ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. നമ്മളേറെ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമുക്ക് തന്നെ അറിയില്ല ഇത്ര വലിയ കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ശരീരത്തിലും സാത്താൻ കാണുന്നത്. ഞാൻ ഇന്ന് അതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, സാത്താൻ ആരാധനാ കേന്ദ്രത്തിൽ പോയപ്പോൾ ഉണ്ടായ ഒരു തിരിച്ചറിവ്. അത് ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം. ഈശോയുടെ ദിവ്യകാരുണ്യത്തിനെതിരെ സാത്താൻ ചെയ്യുന്ന മ്ലേച്ഛകരമായ പ്രവൃത്തികൾ. കൂട്ടുകാരെ, ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ഗോസ്പൽ ഓഫ് യൂക്കരിസ്റ്റ് എന്നാണ് പറയുക. പരിശുദ്ധ കുർബാനയുടെ സുവിശേഷം ആണ് അത്. ദിവ്യകാരുണ്യത്തിൻ്റെ സുവിശേഷമാണ് യോഹന്നാൻ 6. ഇത് എൻ്റെ ശരീരമാണ്, യഥാർത്ഥ ഭക്ഷണം, യഥാർത്ഥ പാനീയം. ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്താൽ മരിക്കില്ല, നിത്യജീവനുണ്ട്. കൂട്ടുകാരെ, ഒരു ഫാൻ ഇട്ടാൽ പറന്നു പോകുന്ന തിരുവോസ്തി, ഒരു തുള്ളി വെള്ളം കൂടുതൽ വീണാൽ അലിഞ്ഞു പോകുന്ന ഓസ്തി, ഇതിന് ഇത്രത്തോളം വിലയുണ്ടോ? ഇതൊരു മഹാസംഭവമാണോ? ചുരുക്കി പറഞ്ഞാൽ, യേശുവാണ് ഏകരക്ഷകനെന്നും യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാണ് മനുഷ്യനുള്ള അവസാനത്തെ ഉപാധി. അതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ പങ്കുവയ്ക്കൽ കേൾക്കുന്നതിനേക്കാൾ മുൻപ് നമ്മുടെ ചുറ്റും സങ്കീർത്തനം 97:3 അഗ്നി വയ്ക്കാം. സക്രിയ 2:5 തിരുരക്തത്തിന് കോട്ട വയ്ക്കാം. പരിശുദ്ധാമ്മയുടെ കാപ്പ് കൊണ്ട് നമ്മെ പൊതിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്ധകാര ശക്തികൾ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ അവർ ഇതൊന്നും മനസ്സിലാക്കാതിരിക്കാൻ, നമ്മെ ശല്യം ചെയ്യാതിരിക്കാൻ ലൂക്കാ 4:35 വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുരക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്കിത് പങ്കുവയ്ക്കാം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കണ്ടു ഈ കാറ്റത്ത് പറക്കുന്ന ഓസ്തിയുടെ ശക്തി എന്താണ്, അതിൻ്റെ മഹനീയത എന്താണ്. അത് ക്രിസ്ത്യാനിക്ക് എന്നല്ല, ലോകം മുഴുവനും വേണ്ട ഒരു പരിഹാര മാർഗമാണ്. ഈ ഒരു അനുഭവം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഈ സാത്താൻ ആരാധന കേന്ദ്രങ്ങൾ അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ യേശുവാണ് ശരിയായിട്ടുള്ള ദൈവം എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ആ വ്യക്തി സാത്താൻ ആരാധന കേന്ദ്രങ്ങളിൽ പോയപ്പോൾ അവിടെയുള്ളവർ വാഴ്ത്തപ്പെട്ട തിരുവോസ്തിക്ക് വില പറയുന്നത് കേട്ടു. അവർ അതിന് വില പേശുന്നത് 8 ലക്ഷം പോരെ എന്നാണ്. ഒരു തിരുവോസ്തി എങ്ങനെയെങ്കിലും പള്ളിയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയാൽ 8 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്യുന്നു, അതിലപ്പുറം വാഗ്ദാനം ചെയ്യുന്നു. എന്നിട്ട് ഈ തിരുവോസ്തി അവിടെ കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ മുമ്പിൽ മ്ലേച്ഛകരമായ കാര്യങ്ങൾ ചെയ്ത് അതിനെ വേദനിപ്പിക്കണം എന്നതാണ് സാത്താൻ്റെ ഏക സന്തോഷം. ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓർക്കണേ, നീ വലിയ സഹനങ്ങളൊന്നും എടുക്കാതെ രാവിലെ അല്ലെങ്കിൽ ഉച്ചതിരിഞ്ഞ് ഓടിപ്പോയി സ്വീകരിക്കുന്ന തിരുവോസ്തി എന്താണ് എന്ന് ശരിക്ക് ധ്യാനിക്കാറുണ്ടോ? അത് ഈശോയുടെ ശരീരമാണെന്ന്, അത് ഈശോയുടെ രക്തമാണെന്ന് ശരിയായ രീതിയിൽ ചിന്തിച്ചിട്ട് അത് സ്വീകരിച്ചിട്ടുണ്ടോ? അതിൻ്റെ വില എന്താണ്? അത് നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ എന്തൊക്കെയാണ് ചെയ്യുക? പ്രിയ സഹോദരങ്ങളെ, വളരെ ലാഘവത്തോടു കൂടി 2 കൈയും വീശി ലിപ്സ്റ്റിക് ഇട്ട് അമിത ഫാഷനുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട്
ഓസ്തി സ്വീകരിക്കാൻ പോകുന്നവരെ കാണുമ്പോൾ ഉള്ളിൽ കരയാറുണ്ട്. ഓസ്തി ഈശോയുടെ ശരീരം, ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ട് കൈകളും വീശിക്കൊണ്ട് വരുന്ന മക്കളുണ്ട്. നമ്മൾക്ക് അറിയുമോ, നമ്മൾ ദൈവത്തെ സ്വീകരിച്ചിട്ടാണ് വരുന്നത്. ദൈവത്തെ സ്വീകരിച്ചിട്ട് വരുന്നവരുടെ ഭാവം എന്തായിരിക്കും? വെളിപാട് 6 സെറാഫുകളുടെ സ്വർഗദർശനം. സ്വർഗത്തിൽ എങ്ങനെയാണ് മാലാഖമാർ നിലം പറ്റത്താണ് വീണ് വണങ്ങുന്നത്? ആ സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ അധരങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈശോയെ സ്വീകരിച്ച് 2 കൈയും വീശി സ്റ്റെപ്പിട്ട് നടന്നു വരുന്ന മക്കളുണ്ട്. ഈ വ്യക്തി സാത്താൻ ആരാധന കേന്ദ്രങ്ങളിൽ വന്നപ്പോൾ നമ്മൾ എന്ന് രാവിലെ സ്വീകരിക്കുന്ന ഈശോയുടെ തിരുശരീരത്തിന് തിരുരക്തത്തിന് അവർ ഒരെണ്ണത്തിന് 8 ലക്ഷം രൂപ വിലയിട്ടിട്ടുണ്ട്. ഈ 8 ലക്ഷം രൂപയ്ക്കോ 10 ലക്ഷം രൂപയ്ക്കോ ചിലപ്പോൾ 50 ലക്ഷം വരെ കൊടുക്കും എന്നാണ് പറയുന്നത്. അത് അവരുടെ ഒരു ആരാധനയ്ക്കാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, നരബലി നടത്തും ചില സ്ഥലത്തൊക്കെ. അവരെന്ത് വില കൊടുത്തും അത് വാങ്ങും. എന്നിട്ട് അവരുടെ രീതിയിലുള്ള വൈകൃതമായ ആരാധന നടത്തും. പക്ഷേ ഇതിൽ നിന്ന് നമുക്കും ലോകത്തിനും മനസ്സിലാക്കാവുന്നൊരു വലിയ സത്യമുണ്ട്. സാത്താൻ അറിയാതെ ഈ സത്യം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അക്രിസ്ത്യാനികൾ പൂജിക്കുന്ന ഈശോയാണ് ശരിക്കുള്ള ദൈവം. കാരണം സാത്താൻ ദൈവത്തിൻ്റെ ശത്രുവാണ്. അവൻ ദൈവത്തിനെയാണ് അവഹേളിക്കാൻ ശ്രമിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നോക്ക്, വേറെ എത്രയോ മതങ്ങളുണ്ട്. അവരുടെ പൂജാമുറികളിലോ അവരുടെ പൂജാസ്ഥലങ്ങളിലോ വളരെ ഭവ്യതയോടെ വയ്ക്കുന്ന ഒരു സാധനങ്ങൾക്കും സാത്താൻ വിലയിട്ടിട്ട് കൊണ്ടുവരുന്നില്ലല്ലോ മോഷ്ടിച്ച്. ക്രിസ്ത്യാനികളല്ലാണ്ട് പല മതങ്ങളുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ അതിവിശുദ്ധമായൊരു സ്ഥലവും കുറേ കാര്യങ്ങളും. അതൊന്നും സാത്താന് വേണ്ടല്ലോ. അതെന്താ സാത്താന് വേണ്ടാത്ത? സാത്താൻ അറിയാം യേശുവാണ് ദൈവം, യേശുവാണ് രക്ഷകൻ. അവനാണ് മനുഷ്യരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നവൻ, മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വന്നവൻ. അതുകൊണ്ട് സാക്ഷാൽ ദൈവം യേശുവാണ് എന്ന് അവൻ അറിയാതെ വിളിച്ചു പറയുകയാണ്. കാരണം ഞങ്ങൾക്ക് ദൈവത്തിനെയാണ് ദേഷ്യം, ദൈവത്തിനെയാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ട്, ദൈവത്തിൻ്റെ ശരിയായ പ്രതീകത്തിനെ കൊണ്ടുവന്നിട്ട് വേണം ഞങ്ങൾക്ക് അവഹേളിക്കാൻ. അല്ലാതെ മറ്റുള്ള മതങ്ങളിലുള്ളതൊന്നും അവന് വേണ്ട, അവരതെന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ തിരുവോസ്തി അല്ലാതെ വേറെ ഏതെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് സാത്താൻ ആരാധന കേന്ദ്രങ്ങളിലേക്ക്? അതെന്തുകൊണ്ടാണ്? സാത്താന് ദൈവത്തിനെയാണ് ദേഷ്യം, അതുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ പ്രതീകങ്ങളാണ് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അവൻ പറയുകയാണ് ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ശരിക്കുള്ള ദൈവം, സത്യദൈവം ഈശോയാണെന്ന്. പ്രിയ കൂട്ടുകാരെ, നമ്മളേറെ ചിന്തിക്കേണ്ടതും ഭയപ്പാടോടുകൂടെ വിറയലോടെ വളരെ സങ്കടത്തോടെ ശക്തമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സകലിടത്തും സാത്താൻ വേര് പിടിച്ചു കഴിഞ്ഞു. ഇന്ന് മക്കളൊക്കെ ജോലിക്ക് എന്ന് പറഞ്ഞ് സാത്താൻ ആരാധന കേന്ദ്രങ്ങളുടെ ബിസിനസ്സിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമാണ് കാറുമേ ഒരു സൈഡ് എവിടെയെങ്കിലും സാധനങ്ങളിൽ 666 വേണം. അവരുടെ നമ്പറാണ് അത്. ദിവ്യകാരുണ്യമായിട്ടുള്ള ഈശോ തിരുവോസ്തി രൂപൻ. നമുക്കറിയാം ഈശോയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ കുറേയേറെ അത്ഭുതങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. വിശ്വസിക്കത്തക്ക അത്ഭുതങ്ങൾ. അത് ഒരാൾക്ക് തന്നെ ഉണ്ടായിട്ടുള്ള മനോരോഗോ ഭാവനയൊന്നല്ല, അനേകം മക്കൾക്ക് കാണാവുന്ന രീതിയിലുള്ള. ഇപ്പോൾ വിളക്കന്നൂർ വന്നല്ലോ, എതിരാളികൾക്ക് പലതും പറയാം, ചായം പൂശിയതാണെന്നോ എന്തോ പറയട്ടെ, പക്ഷെ അവിടെ നടക്കുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ. അതുപോലെ പല സ്ഥലത്തും ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതങ്ങളിലൂടെ ഇത് ശരിക്കും എൻ്റെ ശരീരമാണ്, ഇതെൻ്റെ തുടിക്കുന്ന ഹൃദയമാണ് എന്ന്
കർത്താവ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന അനേകം അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് അത്ഭുതങ്ങൾ. വിളക്കന്നൂരിലെ അത്ഭുതം 151 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈശോയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ, AD 1 മുതൽ തുടങ്ങിയ അത്ഭുതങ്ങൾ, പല അത്ഭുതങ്ങളുണ്ട്. വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അതിലെ ഒരു അത്ഭുതമാണ് ഞാൻ ഇന്ന് പറയുന്നത്. അത് പോളണ്ടിലെ ക്രാക്കോവിൽ 1345 നടന്ന ഒരു അത്ഭുതമാണ്. പോളണ്ടിലെ രാജാവായിട്ടുള്ള കാസിമാർ മൂന്നാമൻ 1345 ക്രാക്കോവയിൽ ഒരു പള്ളി പണിയാനായിട്ടുള്ള അനുവാദം നൽകി. ആ വർഷത്തിലാണ് അവിടെ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം നടക്കുന്നത്. ക്രാക്കോവയിലെ ഓൾ സെയിൻസ് പള്ളിയിൽ കള്ളന്മാർ കയറി. അത് സാത്താനാരാധനക്കാരൊന്നുമല്ല കേട്ടോ. അവർക്ക് സ്വർണത്തിലാണ് ഈ അരളിക്ക എന്ന് വിചാരിച്ചിട്ട് അത് മോഷ്ടിക്കാൻ വന്നതാണ്. അങ്ങനെ അവർ അരളിക്ക മോഷ്ടിച്ചു കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി ഇത് സ്വർണവും വെള്ളിയും ഒന്നല്ല എന്ന്. അപ്പോൾ അവരത് ചതുപ്പ് നിലത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയി. എന്നിട്ട് പള്ളിക്കാരും അച്ഛനും അന്വേഷിച്ച് എവിടെ കാണുന്നു, അത് കണ്ടു കിട്ടിയില്ല. പക്ഷേ രാത്രി ആയപ്പോൾ ആ ഗ്രാമത്തിൽ മുഴുവൻ ഒരു അസാധാരണമായ പ്രകാശം വരുന്നത് കണ്ടു. ഈ പ്രകാശം എവിടെ നിന്നാണ് എന്നറിയാൻ ഗ്രാമവാസികൾ അതിൻ്റെ ഉറവിടം തേടി വന്നപ്പോൾ ദാ കിടക്കുന്നു ചതുപ്പ് നിലത്തിൻ്റെ ഉള്ളിൽ ചെളിയിൽ ദിവ്യകാരുണ്യം അരളിക്കയിൽ. അങ്ങനെ അന്നത്തെ ബിഷപ്പ് വന്ന് അത് ദിവ്യകാരുണ്യം മുട്ടുകുത്തി നിന്ന് ചെളിയിൽ മുട്ടുകുത്തി നിന്നിട്ട് 3 ദിവസത്തെ ഉപവാസത്തിന് ശേഷമാണ് ആ അരളിക്ക എടുക്കുന്നത്. അങ്ങനെ ആ അരളിക്ക എടുത്ത് വീണ്ടും അവർ അത് ദേവാലയത്തിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ അത്ഭുതത്തിൻ്റെ തിരുനാൾ എല്ലാ വർഷവും കുർബാനയുടെ തിരുനാളിൻ്റെ അന്ന് ആഘോഷിക്കാൻ തുടങ്ങി. ഇന്നും അത് ആ ബസിലിക്കയിൽ കേടുകൂടാതിരിക്കുന്നുണ്ടെന്ന്. പ്രിയ കൂട്ടുകാരെ, ഞാനിവിടെ നിർത്തുകയാണ്. ഈശോയുടെ തിരുശരീരത്തെ തിരുരക്തത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. ഒരുപാട് അത്ഭുതങ്ങൾ തിരുവോസ്തിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. നമുക്ക് ഓർക്കാം, ഈ യഥാർത്ഥ ദൈവത്തിൻ്റേതാണ് ഇതെന്ന് സാത്താൻ പോലും മനുഷ്യരോട് വിളിച്ചു പറയുകയാണ് അവൻ്റെ പ്രവൃത്തിയിലൂടെ. അല്ലെങ്കിൽ ഇപ്പോൾ അവൻ ആളുകളെ വിട്ടിന് കഷ്ടപ്പെട്ട് പാത്തും പതുങ്ങി നിന്ന് ദിവ്യകാരുണ്യം സ്വീകരിച്ച് അത് ഒളിച്ചു വെച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. കടയിൽ നിന്ന് വാങ്ങിക്കൂടെ വാഴ്ത്തപ്പെടാത്ത തിരുവോസ്തി? അപ്പോൾ വാഴ്ത്തപ്പെടുമ്പോൾ അതിനെന്തോ സംഭവിക്കുന്നുണ്ട്. അതല്ലേ സാത്താന് ദേഷ്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, മറ്റുള്ള മതവിഭാഗങ്ങളിൽ പൂജ്യവസ്തുക്കളൊന്നും അവന് വേണ്ടല്ലോ. അവന് വേണ്ട. അവന് ക്രിസ്ത്യാനികളുടെ ഈശോയുടെ ശരീരമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന തിരുവോസ്തി മതി. നമുക്ക് വളരെ അഭിമാനത്തോടു കൂടെ നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. അതാണ് ഏക ദൈവം, ലോകത്തിൻ്റെ ദൈവം. ആ ദൈവത്തിനെ നമുക്ക് ആരാധിക്കാം. ആ ദൈവത്തിൻ്റെ സഭയിൽ വന്നതിന് നമുക്ക് നന്ദി പറയാം. യഥാർത്ഥ ദൈവമായ പിതാ പുത്ര പവിത്രാത്മനെ നമുക്ക് ആരാധിച്ച് കുമ്പിട്ട് വണങ്ങാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. സാത്താൻ ആരാധന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഈ മ്ലേച്ഛതയ്ക്ക് പരിഹാരമായി നമുക്ക് ഇന്നും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കാം. ഈ തിരുവോസ്തിയിൽ നിന്ന് ഈ അത്ഭുതമുണ്ടായ സ്ഥലത്തിൽ പ്രാർത്ഥന നടത്തുന്നുണ്ട്. നിത്യപ്രകാശമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളിലും ലോകം മുഴുവനിലും അങ്ങയുടെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദിവ്യപ്രകാശം പതിയാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, അരളിക്കയിലെ ഈശോയുടെ തിരുഹൃദയത്തെ നമ്മുടെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കാം. നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തോട് ഒന്നാക്കണമെന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കുർബാനയുടെ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ആമേൻ.